ജോജോ, ജാനി, ജന്ന, ഇങ്ങൊന്നേ. ഇങ്ങനെയൊക്കെ ചാടിയാലേ വല്ലതൊക്കെ സംഭവിക്കും. ഒന്നും പറ്റില്ല. സ്പൈഡർമാനകത്തുണ്ട്, ഇല്ലെങ്കിൽ ചാടി പറഞ്ഞ പോലെ ചാടി. ആണോ? സ്പൈഡർമാൻ എന്തെങ്കിലും പറ്റി എനിക്ക് കുഴപ്പമില്ല. ആ തടിക്കൊന്നും പറ്റരുത്. നമ്മെന്തിനും വിളിച്ചെന്തിനും? ഞാൻ വിളിച്ചതേ, ഞാൻ ആ ബെഡ്സീഡ് വീട് വരെ ഒന്ന് പോവാ. ഒരു അത്യാവശ്യമുണ്ട്. വരുമ്പോ കുറച്ച് ലൈറ്റ് ആവും. കുറച്ച് കഴിയുമ്പോ വരും. പിന്നെ പപ്പയുടെ കയ്യിലെ എവിടുന്നോ കുറച്ച് കാശ് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പപ്പ വിഷമിച്ചുകൊണ്ട് നടക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഉറപ്പ്. അപ്പൊ അതുകൊണ്ട് പപ്പയെ ഞാൻ പോയി കഴിഞ്ഞാൽ വീടിന് പുറത്തിറക്കരുത്. എന്റെ മമ്മ എന്തിനാ പപ്പ ഇത്ര കൺട്രോൾ ചെയ്യുന്നേ? അപ്പൊ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കോട്ടെ. എന്താ പപ്പ പുറത്തിറങ്ങിയാൽ നിനക്ക് കുഴപ്പമില്ല, എനിക്കാണോ കുഴപ്പം? വല്ല പോലീസ് സ്റ്റേഷനും നാട്ടുകാരുടെ അടുത്തൊക്കെ പോയി പരാതി തീർക്കാനേ എന്റെ കയ്യിൽ പൈസ ചെയ്ത സൗകര്യം ഇല്ല. കേട്ടല്ലോ? മമ്മ പേടിക്കണ്ട. പപ്പ ഈ വീട്ടിൽ നിന്ന് എപ്പോഴേയും പോവില്ല. ഞാൻ അതെ, ഈ വീടിന്റെ ബോർഡർ വിട്ട് താണ്ടില്ല. വീട് തറക്കില്ല. ഉറപ്പാണല്ലോ? യു ഗോ. 3 എന്തെങ്കിലും കാര്യത്തിന് പപ്പയ്ക്ക് കൂട്ടുനിന്നു എങ്ങാനും ഞാൻ അറിഞ്ഞ വേറൊന്നുമില്ല, തലമണ്ടടിച്ചു. എനിക്കറിയാലോ. ഞങ്ങൾ അങ്ങനെ ചെയ്യുവോ മമ്മ? മമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അല്ലേ? അതെ, ടാസ്ക് അക്സെപ്റ്റഡ്. ഗോ. ഓക്കെ. കേട്ടല്ലോ? പപ്പേനെ ഇവിടുന്ന് എവിടെയും വിടരുത്. എവിടെയും വിടാൻ പാടില്ല. പപ്പ എവിടെ? തോന്നുന്നുണ്ടോ? ഹായ്, സുന്ദരയുണ്ടല്ലോ. എവിടെ പോവാ? പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. പോവില്ലല്ലോ. പപ്പ പോവില്ലല്ലോ. പോലെന്താ? പോവില്ല. തടസ്സപ്പെടുത്തണ ആണെങ്കില എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മമ്മയാണെങ്കിൽ നിങ്ങൾ പോലെ പറയോ? ഇല്ല, പറയില്ല. നിങ്ങളൊക്കെ മുട്ടുകാർ പറയും, അറിയാ? അല്ല, അത് ശരിയാണ്. പക്ഷെ മമ്മ പപ്പനെ പോലെ അലമ്പ് പരിപാടിക്ക് പോവാറില്ലല്ലോ പപ്പ. അലമ്പ? ആ, പപ്പയ്ക്കാണല്ലോ അലമ്പ് കൂട്ടുകാരൊക്കെ ഉള്ളത്. അതെ, ഫ്രെഡി അലമ്പൊന്നുമല്ല. ഫ്രെഡിന്റെ ഫ്രണ്ട്സും അലമ്പല്ല. പിന്നെ ഫ്രെഡ് ക്യാരക്ടർ വിട്ട് കളിക്കാറില്ല. നിങ്ങൾ കാര്യം അറിയണോ? ഫ്രെഡ് ഡീസന്റാ. ഡീസന്റാ. എന്നാ ഈ ഡീസന്റ് മനുഷ്യൻ കാണിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ എണ്ണി പറയട്ടെ. അത് വേണ്ട. അത് വേണ്ട. പപ്പ പോയിട്ട് വരാം. ഓക്കെ? പോവില്ല. എന്തൊക്കെ പറഞ്ഞാലും പപ്പ ഞങ്ങൾ വിടൂല. മമ്മയുടെ സ്പെഷ്യൽ ഓർഡർ ആണ്, ചിന്തിക്ക പോലും വേണ്ട. ഏത് സ്പെഷ്യൽ ഓർഡർ ആയാലും പപ്പ പോവും. പപ്പ പോവില്ല. അല്ല, പപ്പയുടെ കയ്യില് കുറച്ച് പണം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഐ മീൻ ക്യാഷ്. എനിക്ക് ലോട്ടറി അടിച്ചു. എന്ത് വേണോ? എനിക്കൊന്നും വേണ്ട. മാറി പോട്ട്. എവിടെയും മാറൂല. പപ്പ എവിടെയും പോകത്തൂല. പപ്പ പോവും. ഇല്ല, പപ്പയ്ക്ക് പോയേ പറ്റൂ. പപ്പനെ വിട്ടാലല്ലേ പപ്പ പോയി നോക്ക്. അപ്പോ പപ്പയെ വിടില്ല. വിടണ്ട. പപ്പ വീട്ടിൽ തന്നെ ഇരിക്കാം. പപ്പ പുറത്തോട്ട് പോണില്ല. എന്തു പറയുന്നു? ഞങ്ങള് ഒന്നും പറയുന്നില്ല. മമ്മയടുത്ത് ഞങ്ങളൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പോണില്ല. പൊക്കോ. എന്തിനാണ് വെറുതെ ഇവിടെ കുത്തിരിക്കുന്നത്? പൊക്കോ. ബോറടി ഒക്കെ ഞങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണ്ടേ? അതെ. പക്ഷെ പോയിട്ട് പെട്ടെന്ന് മമ്മ പറഞ്ഞതിന് മുന്നേ പപ്പയോട് എത്തണേ. എന്തോ ടൈം സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാട്ടോ. അത് പിന്നെ എനിക്കൊരു 200 രൂപ ഉണ്ടാവോ? അവരെന്തായാലും 500 രൂപയ്ക്ക് കൊണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് എനിക്ക് തികയില്ല. ഞാൻ വന്നിട്ടൊന്നും തരാം. മതി, വന്നിട്ട് തന്നാ മതി. പെട്ടെന്ന് വരണ്ടേ? പപ്പ ഓർമ്മിപ്പിക്കണേ. ഓർമ്മിപ്പിക്കാം. അത് ശരി. ഓക്കെ. ചോദിച്ചു വാങ്ങണേ. ഞാൻ ചോദിച്ചു വാങ്ങാം. ശരി. ഓക്കെ. എൻജോയ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ സ്വന്തം മക്കൾക്ക് കൈക്കൂലി കൊടുക്കണം. ഈ ഒരവസ്ഥ ലോകത്ത് ഒരു തന്തയ്ക്ക് വരുന്നു. ഇന്നുവരെ തരാടാനല്ലേ?
ഫ്രെഡി ഫ്രെഡി ഫ്രെഡി. ആ യോ മധുവായി എന്തോന്ന് ഇത്ര വലിയ മീന? എടാ ഇത് നമ്മുടെ വൈഫിന്റെ ടീമിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, മറ്റേ മലയോരൻ ടീം. എടാ അവര് ഈ ഉണക്കമീനും പോത്തും പോർക്കൊക്കെ തിന്നുന്ന ടീമല്ലേ. അപ്പൊ ഇത്തിരി നല്ല മീൻ കൂട്ടിക്കോട്ടെ വിചാരിച്ചു. ഇവിടെ കൊണ്ടുവന്നു. എടാ ഇത് കൊണ്ടു ചെന്നപ്പോഴല്ലേ വീട്ടിലെ ഫ്രിഡ്ജ് കേട്. നീ തൽക്കാലം ഒരു പണിയേ, നിന്റെ ഫ്രിഡ്ജിലേക്കാണ് വെക്കി. ഇവിടെ ഇത്ര വലിയ മീനൊന്നും ഫ്രിഡ്ജ് കയറൂല. എടാ ഇത് മുറിച്ചു വെച്ചാ പോരെ? മുറിച്ചതാ. ഓ എടാ എനിക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട് അവിടെ ചെന്നിട്ട്. നീ ഒന്ന് മുറിച്ചു വെക്കി പ്ലീസ്. നേരം കൊടുത്താലും മുറിച്ച് തരൂല. എടാ ഒന്നും മുറിക്കടാ, എന്റെ കൈ അടിച്ചിട്ട് വേണം ഞാൻ നീ പിടിച്ചത്. ഞാൻ തന്നെ മുറിക്കണോ? ഓ എടാ ഒന്ന് മുറിക്കടാ, എനിക്ക് അവിടെ ചെന്നിട്ട് വേറെ പണിയുണ്ടെന്ന്. ശരിക്കും പുറത്തോട്ട് പോകണോടാ? നീ പോയിക്കോ, ഞാൻ വൈകിട്ട് വന്ന് എടുത്തോളാം. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഞാൻ തടിമില്ലി കൊണ്ടുപോ, വട്ടവാൾ നടക്കാം. അല്ലാതെ ഇത് തീരൂല, വെളുത്താൻ തീരൂല. എടാ നീ ഇങ്ങനെ പറയല്ലേ, നീ ഒന്ന് കൊണ്ടുപോയി മുറിച്ചു വെക്കി. എനിക്ക് അവിടെ ചെന്നിട്ട് 100 കൂട്ടം പണിയുണ്ട്. പിന്നെ ഞാൻ വൈകിട്ട് വന്ന് സാധനം എടുത്തോളാം. വൈകിട്ട് വന്ന് എടുത്തോളാം. എടുത്തോളാം. അതെ പിന്നെ മറ്റൊരു കാര്യം, നീ വൈകിട്ട് അവിടെ ഇറങ്ങിക്കോ, പൊളിക്കാൻ നോക്ക്. പിടിച്ചേ പിടിക്കടാ. അമ്മച്ചി നല്ല വെയിറ്റാ. പോകട്ടെ, അപ്പൊ ഞാൻ വൈകിട്ട് വരും. നീ ഇവിടെ നിന്നോ കേട്ടാ, അതോളാം. എവിടുന്നിട്ട് തുടങ്ങാൻ ഞാൻ മുറിക്കാൻ? ഇത് മീനായത്? അയ്യോ ഫ്രീസർ തുറന്നു വെച്ചേക്കുന്ന, അടച്ചു വെച്ചൂടെ? എവിടെ ഫിഷ്? ഡഗ്ലസേ, ഡഗ്ലസേ വന്നേ. മീൻ വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചാ ഫ്രീസർ അടക്കണമെന്ന് അറിയില്ല ഡഗ്ലസ് നിനക്ക്? അതിന് ഞാൻ മീൻ വാങ്ങിച്ചില്ലല്ലോ. നീ വാങ്ങിച്ചില്ലേ? പിന്നിതായിരുന്നു. ആ എനിക്കറിഞ്ഞൂടാ. ആ ഫ്രെഡി ആയിരിക്കുള്ളൂ. കൊറേ കാശ് കയ്യിലുണ്ട്, അതെങ്ങനെ എങ്ങനെയും തീർത്തെടുക്കണമല്ലോ. ആയിരിക്കും. എന്തായാലും ഞാനിത് കറി വെക്കാം, കുറച്ച് വർക്കുകയും ചെയ്യാം. ഈ ഫിഷ് എല്ലാ ദിവസവും കൂടെ മേടിക്കുമ്പോഴേ ആർക്കും വേണ്ട, ഇതേപോലെ വല്ലപ്പോഴും കൊണ്ടുവരുമ്പോ കഴിച്ചോളൂ എല്ലാരും. ഞാൻ സഹായിക്കണോ? വേണ്ടടാ, ഞാൻ ചെയ്തോളാം. ഞാൻ പോട്ടാ. ആ നല്ല ഫ്രഷ് ആണ്. ഞാനീ ചോദിക്കാം, എല്ലാരും ഫുഡ് കഴിക്കാം. വന്നു അമ്മ. ഇന്നെന്താ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചൂര. നെയ്ച്ചൂര ഫ്രൈ, നെയ്ച്ചൂര കറി, വെണ്ടയ്ക്ക തീയല്, കാബേജ് തോരൻ. മൊത്തം നെയ്ച്ചൂര ഉണ്ടല്ലോ കൊറേ. പപ്പ ഇതുവരെ വന്നില്ല അല്ലേ? പപ്പ ഇപ്പൊ വരും. പപ്പ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് പപ്പ എവിടെ ഉണ്ടായിരുന്നെന്ന്? അല്ല മമ്മ, ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് പോയതാ, ഞങ്ങൾ അറിഞ്ഞില്ല പപ്പ പോയതല്ലേ ജോജോ? അതെ അതെ, കണ്ണുവെട്ടിച്ച് പോയത് അറിയാലോ അമ്മയ്ക്ക്. ഇപ്പൊ പറഞ്ഞറിന്റെ ആവശ്യമുണ്ടോ? സത്യം, ഞങ്ങൾ ജസ്റ്റ് കടവരുന്ന് പോയതാ, തിരിച്ചു പപ്പ ഇല്ല. ഇല്ല. കഴിക്കും. ചോറ് എനിക്ക് കുറച്ച് കൂടെ. മമ്മ ഞാൻ പറഞ്ഞില്ല ഇവിടെ വെച്ചിട്ട് അങ്ങ് കറക്കി വിട്ടാ മതിന്നേ. അത് മതിയായിരുന്നു. അത് വെച്ചോ മമ്മ, ഇവിടെ വെച്ചോ. വെറുതെ കഷ്ടപ്പെടണം. കുഞ്ഞിനോട് കറി ഒഴിക്കട്ടെ. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് പതിവില്ലാതെ നല്ലോണം എരിയിട്ടിട്ടുണ്ട് ഞാൻ. നീ എരിയില്ല എന്നും പറഞ്ഞ എല്ലാരും കംപ്ലൈന്റ് പറയുന്നു. മോന് വേണ്ടേ? പിന്നെ ക്യൂട്ടിക്ക് എത്ര വേണം? കറി ഒഴിക്കണോ? ക്യൂട്ടിക്ക് എത്ര വേണം? കറി ഒഴിക്കണോ? കുഞ്ഞിന് കറി ഒഴിക്കണോ? ഗ്രേവി വേണോ? എരിയും? ഫിഷ് ഫ്രൈ ഞാൻ എടുത്ത് തരാം കേട്ടോ. സവാള. എനിക്കും അമ്മ സവാള. ഇത് നാരങ്ങയാണോ അമ്മ? തരാം. നോട്ട് ഫെയർ. ഞാൻ എടുത്തോളാന്ന്. എനിക്ക് ഉള്ളി വേണമെന്ന്. തരാം. എന്തൊരു ആക്രാന്താണിത്. അമ്മ ജോജോട് 2 എണ്ണം കൊടുത്തു. അതെന്താ? തുടങ്ങി കണക്ക് കുറച്ചില്. എപ്പോഴുള്ളതാ. എനിക്ക് മാത്രമുള്ള ഈ കണക്ക് കുറച്ചില് വീട്ടില്. 2 എണ്ണം കൊടുത്ത് എനിക്ക് 1 എണ്ണം തന്നുള്ളൂ. അമ്മ ഡഗ്ലസ് ഞങ്ങളോ കണ്ടില്ലല്ലോ. കഴിച്ചില്ല, കുറച്ച് കഴിയുമ്പോ കഴിച്ചോളൂ. ക്യൂട്ടി
ക്യൂട്ടി കഴിച്ചേ പെട്ടെന്ന്. കഴിച്ചേ അമ്മ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും കടിക്കും. കറക്റ്റ് ടൈം കേട്ടോ. എവിടേക്കോ പോയി കറങ്ങിടിച്ചിട്ട് വരിക. ഫ്രെഡി എവിടെ പോയിരുന്നു ഫ്രെഡി ഇത്ര നേരം? ഞാന് എവിടെ പോലും പറഞ്ഞിട്ട് പോകണ്ടേ? ഉത്തരവാദിത്തം വേണ്ട പപ്പായി. ഞാൻ പോകാൻ നേരത്ത് നിങ്ങളെ നോക്കി, പക്ഷെ കണ്ടില്ല. കണ്ടില്ല, അതുകൊണ്ട് മമ്മ ഞങ്ങളെ വഴക്ക് പറയണം. സോറി. ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, ഫുഡ് കഴിക്കും. ജംഗ്ഷൻ വരെ പോയി. അതിനടുത്തെ വിശപ്പ്. ഫ്രെഡിക്ക് ഞാനില്ലെങ്കിൽ ഇച്ചിരി കറക്കം കൂടുതലാണ്. ഇത്ര മതിയാ? കറി എന്താണ്? ഫിഷ് കറി. ഫിഷ് കറിയാ? ഫ്രൈ എടുത്തോ. വെണ്ടയ്ക്കുണ്ട്. നല്ല സൂപ്പർ മീൻ അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആ പൊട്ടന് മീൻ വാങ്ങിച്ചാൽ അറിയാം. ആർക്ക്? ഡഗ്ലാസിന്. ഫ്രെഡ് വാങ്ങിച്ചല്ലേ മീൻ? ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. അപ്പൊ പിന്നെ ഫ്രിഡ്ജിലിരുന്ന മീൻ ആര് വാങ്ങിച്ചത്? ഫ്രിഡ്ജിലിരുന്ന മീനാ ഞാൻ ഈ കറി വെച്ചിരിക്കണേ. താഴത്തെ തട്ടിയിരുന്നതാ? ആ. അയ്യോ, അത് മധു കൊണ്ടുവന്ന മീനാണ്. അയ്യോ, മധുവിന്റെ വീട്ടിൽ ഫ്രിഡ്ജ് കേടായോണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവന്റെ ബന്ധുക്കളൊക്കെ എവിടുന്ന മലയോരത്തുനിന്ന് അവരൊന്നും കരുതി അവർക്ക് വേണ്ടി വാങ്ങിയ മീനാണ് ഇവിടെ കൊണ്ടുവച്ചത്. ഞാൻ പിന്നെ വെട്ടി കഴുകി വെച്ച് അതാണ് എടുത്ത് കറി വെച്ചത്. ആ പിന്നെ ഞാൻ ഫ്രെഡ് കൊണ്ടുവന്നായിരിക്കും വിചാരിച്ച് കറി വെച്ച്. നാണക്കെഴുതി അവന്റെ മുഖത്ത് ഞാൻ നോക്കും. അവൻ മീൻ വാങ്ങിയാൻ പറ്റും. ഇതിപ്പോ എനിക്കറിയാമോ വല്ലവന്റെ മീൻ കൊണ്ടുവന്ന് നമ്മളെ ഫ്രിഡ്ജിനകത്ത് വെക്കുമെന്ന്? പിന്നെ ഞാൻ ബോർഡ് കഴിക്കണോ? ഇവിടെ മീനുണ്ട്, വേറെ ലെവന്റെ മീൻ ഇവിടെ വീട്ടിൽ ഉണ്ടെന്ന് പറയും. ബോർഡ് കഴിക്കണോ? ഫ്രെഡി ബോർഡൊന്നും എഴുതി വെക്കണ്ട. അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ചൊന്ന് പറയാ, അതെ മധുവിന്റെ മീൻ കൊണ്ടുവന്ന് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നീ എടുക്കല്ലേന്ന്. ഇത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ മീൻ കറി വെച്ചപ്പോഴാ കുറ്റം പറയണം. ഇനിയിപ്പോ ഞാൻ മധുവിന്റെ അടുത്ത് പറയും. മമ്മ ഒരു കഷ്ണം മീൻ. എനിക്കും മമ്മ കറിയല്ല, ഫ്രൈ. ഫ്രൈ. Yeah. താങ്ക് യു. ഞാൻ ഇനി മധുവിന്റെ അടുത്ത് എന്ത് പറയും? മധുവിന്റെ അടുത്ത് എന്ത് പറയാനാ? എടാ നീ കൊണ്ടുവന്ന മീൻ എന്റെ ഭാര്യ എടുത്ത് കറി വെച്ചു, അറിഞ്ഞില്ല. പകരം ഞാൻ വേറെ മീൻ മേടിച്ചു തരാം. പ്രശ്നം തീർന്നു അവിടെ. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. മീൻ ചോദിയാണ് കിട്ടും ഇവിടെ. അത് മാർക്കറ്റിൽ കിട്ടുന്ന മീനുണ്ടോ ഫ്രെഡി? എന്റെ പൊന്നു അപ്പ മീനല്ലേ, മീൻ കിട്ടാണ്ടിരിക്കോ? സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കിട്ടും. പൈസ കൊടുത്താൽ എത്ര മുട്ട മീനും കിട്ടും. പിന്നെ കിടത്തി വെച്ചിരിക്കണ അടിക്കടിക്കിട്ട്. ഇത് ഫോട്ടോച്ചിയാ, ഇവിടെ കിട്ടാത്ത മീനുണ്ട്. ഓ എനിക്കറിയാം. നീ ആ ഡഗ്ലസിനെ കൂട്ടി പോയിട്ട് വാ. പപ്പ അറിയാന്നുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു അപ്പൊ ടെൻഷൻ അടിക്കണ്ട, പപ്പ അത് ഫുഡ് മീൻ കിട്ടുമെന്ന് എനിക്കറിയാം. ഇന്ന് വൈകുന്നേരത്തിന് കിട്ടുമെന്ന് അവിടെ ആൾക്കാർ വരുമെന്ന്. നാണക്കേടാണ്. കഴിച്ചു കഴിഞ്ഞില്ലേ? വിശ്വസിച്ച് ഒരാളെ കൊണ്ട് മീൻ അയപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ശരി തന്നെ, നാണക്കേടാണ്. അത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോയ കാര്യമല്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മള് കഴിച്ചുപോയി. ഇട്. ഇപ്പൊ അവർക്ക് സമയത്തിന് മീൻ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് നമ്മള് ഫ്രഷ് മീൻ മേടിച്ചു കൊടുക്കും, ഫ്രിഡ്ജിൽ വെച്ച മീൻ കൊടുക്കണ്ട. മതിയടാ നീ കഴിച്ചിട്ട് നീ പെട്ടെന്ന് ഡഗ്ലസിനെ വിളിച്ചിട്ടോ. ഞാനേ കഴിയട്ടെ. ഞാൻ ഫോണില് ബാക്കിയുള്ള കൂടി തീർത്തിട്ട് നമുക്ക് വേണ്ട. ഞാൻ അല്ലെന്നിട്ട് ഞാൻ വിളിക്കട്ടെ. ഞാൻ വിളിച്ച് ചോദിക്കാം. റെഡി കഴിച്ചിട്ട് എനിക്കറിയാം. എനിക്ക് നാണക്കേടാ. എനിക്ക് അഭിമാനമുണ്ട്. ചുമ്മാ ഇതുപോലെ കഴിച്ചു നിന്നാ പോരാ. എനിക്ക് അഭിമാനമുണ്ട്. പറിച്ചിലിട്ട നമുക്ക് ആർക്കും അഭിമാനം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഞാൻ വരണട്ടാ. വേണോ അല്ലേ? കുരുമുളക് കുറച്ച് കൂടി പോയോ? പക്ഷെ എനിക്കിഷ്ടാ. കറക്റ്റാ. എല്ലാം കൂടുതലിട്ടാ. ഫ്രെഡി പറഞ്ഞ പോലെ ഞാൻ എരിവ് ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി എരിവ് ഇതുകൂടെ വെച്ചോ. ലൈറ്റ് വെച്ചോണ്ട് പോയിക്കോ. ഞങ്ങള് തീർക്കുവാണ്. ഇനി കിട്ടില്ലെന്ന് പറയല്ലേ. മമ്മ അപ്പൊ ഇത് ആരുടെ മീനാണെന്ന് അറിയാണ്ടുള്ള എടുത്ത് ഫ്രൈ ചെയ്ത് കറി. നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മൾ അറിഞ്ഞോണ്ട് ചെയ്യണല്ലോ. ഞാൻ വിചാരിച്ചു ഫ്രെഡി മേടിച്ച മീനാണെന്നല്ലേ വിചാരിച്ചു. ഇത്ര സ്പെഷ്യലാവെന്ന് വിചാരിച്ചില്ല. കുഴപ്പമൊന്നുമില്ല, അവർക്ക് മീൻ കിട്ടിയാ പോരാ. മീൻ മേടിച്ചു കൊടുത്ത പ്രശ്നം അവിടെ. അത്രേ മീനല്ലേ, ടെൻഷടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീനൊക്കെ ജോണേ കിട്ടിയടാ? അയ്യോ ഇവിടെ ഞാൻ സൈമണ്ടത്തും ചോദിച്ചു. എറണാകുളം മൊത്തം അരിച്ച് പറയടേ. ഇവിടുത്തെ നെമ്പിച്ചൂരയില്ല. കാളയുണ്ട്, മത്തിയുണ്ട്, അയലുണ്ട്, കൊഴുവുണ്ട്. ഇത് മാത്രമില്ലെന്ന്. ആ പള്ളുരുത്തി മാർക്കറ്റിൽ വിട്ടു മിണ്ടരുത്. ഇവിടെ പറഞ്ഞു. ആ നീ നോക്ക്, മാക്സിമം തപ്പി നോക്ക് കേട്ടാ. കിട്ടും. ആ വേറെ ഒന്നുമില്ലടാ. എനിക്കത് പിള്ളേർക്ക് ഭയങ്കര ഒരു ആഗ്രഹം അത് കഴിക്കണമെന്ന്. അതുകൊണ്ട് കുറെ നാളുകൊണ്ടേ പറയണം. ഫ്രെഡി ഫിഷിംഗ് ഹാർബർ. ഹലോ. ആ ശരി. നീ ഒന്ന് ഉത്സാഹിക്കും. ആ വിളിച്ചില്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. ആ ഓക്കേടാ. ഓക്കെ താങ്ക്സ്. ഓക്കെ നോക്ക് കേട്ടാ. ശരി.
വല്ല കാര്യം ഉണ്ടോ? ഞാൻ അറിഞ്ഞോ? എന്താ അറിഞ്ഞത്? പറഞ്ഞില്ലേ അറിഞ്ഞില്ല എന്ന്. ചോദിക്കണ്ടേ? ചോദിക്കണെന്തിനാണ്? സ്വന്തം വീട്ടിൽ മീനരിക്കുമ്പോ അവര് ചോദിക്കും. ഇത് വഴക്കുണ്ടാക്കിയ വല്ല കാര്യമൊന്നുമില്ല. വേറെ വല്ല മീൻകടയിൽ വിളിച്ചു നോക്ക്. എല്ലായിടത്തും നോക്കിയെന്ന് കുഴപ്പമില്ല. ഫ്രെഡി അല്ലെങ്കിൽ ചോദിക്കണം ഇതെന്താണ് എന്താണെന്ന് ചോദിക്കണം. ഇതൊന്നും ചോദിക്കാൻ കറിയും വെച്ച്. അല്ല ഫ്രെഡി, നമ്മളിവിടുത്തെ ഫിഷിംഗ് ഹാർബർ ഇല്ലേ, അവിടെ ചോദിച്ചോക്കെ. എന്റെ ജോലി ഹാർബറിലുള്ള മീനല്ലേ ഇവിടെ ഷോപ്പിൽ വരുന്നേ. അല്ല ചിലപ്പോ എങ്ങാനും ഉണ്ടായാലോ. എങ്ങാനും ഉണ്ടായാലോ. വെട്ടി കഴിച്ചിരിക്കുന്നുണ്ടോ? അപ്പയും കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് മധുവിന്റെ മുഖത്ത് ഞങ്ങൾ നോക്കി. എനിക്ക് നാണക്കെടുത്ത് ഞാൻ ഇവിടെ പോട്ടാ. അവിടെ പോവാൻ കാര്യം പറഞ്ഞാ പോരെ? നിനക്ക് ഈസി ആയിട്ട് പറയാം. അവന്റെ ബന്ധുക്കൊക്കെ കൊടുക്കാനുള്ള മീനാണിത്. അവര് മലയോരത്തുനിന്നൊക്കെ വന്നിറങ്ങും. അവിടെ ഈ പോത്തും പന്നിയൊക്കെ ഉള്ളൂ. അവൻ ബെഡായി അടിച്ചിട്ടുണ്ടാവും. ഇനി വന്നേരാ ഫോട്ടോ വെച്ച് ഫ്രഷ് മീൻ തരാന്ന്. അഞ്ഞു വരെ അവനെ അടുത്ത് കൈ വയ്ക്കും കേട്ടോ. ആ ദൈവമേ. ഹലോ, കിട്ടിയാ? എടാ കൊഴുവേന്നും അല്ലടാ. എടാ നെമ്മീൻ ചൂര. എടാ ചെമ്മീൻ ചൂര അല്ലടാ, നെമ്മീൻ ചൂര. ഇല്ലേ? ഇല്ലെന്ന് പറയാനാ വിളിച്ചാ നീ? കായലെ പറ്റി ചാളയൊന്നും വേണ്ട പാടോ. ആ ശരി, ഓക്കെ, ശരി. ഫ്രെഡി, ഓ, അവർക്ക് മീൻ കഴിച്ചാ പോരെ? അപ്പൊ അയിലെ മത്തി ചാളയെ ചെമ്മീനായാലും എന്താ കുഴപ്പം? എന്റെ പൊന്നു ചൂരി മുന്നും വിചാരിക്കും. തിമിങ്ങനെ പോലത്തെ മീനാണ് കൊണ്ടുവന്നത്. എന്തിനു കൊഴു കൊടുക്കാനാ? അതിപ്പോ കാര്യം പറഞ്ഞ മീൻ കഴിക്കണവർക്ക് മീൻ കഴിച്ചാ പോരെ? ആണ്ട പറഞ്ഞ കൈ വീശി. പപ്പായി കിട്ടിയില്ല. പറഞ്ഞ വരവ് കേട്ട മനസ്സിലായി. എടാ ഇനി എന്ത് ചെയ്യൂടാ? എനിക്കറിയില്ല. മധുവിന്റെ മോത്തി എങ്ങനെ നോക്കൂടാ? ഡേ നിന്റെ കൂടെ ഒരുത്താൻ വന്നില്ലേടാ? ഡഗ്ലാസ് എവിടെയാടാ? ആ ഡഗ്ലസ് അങ്കിള് മാർക്കറ്റിൽ വന്നപ്പോ ആലപ്പുഴയിൽ മീനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ഡഗ്ലസ് അങ്കിള് അങ്ങ് പോയാ? ഭാഗ്യം, വരൂലല്ലോ ഇനി. പോരാ, അത് വന്ന് എവിടെയെങ്കിലും പോ. അയ്യോ മധു പറഞ്ഞു ഞാൻ എവിടെയും പോട്ടാ. ഈ നാണക്കേട് ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും? അത് ആഹാര സ്ഥാനത്തിന്റെ പേരിൽ. മധു ആ റെഡി? ഓ അപ്പൊ മീനും എടുത്തോ. മീനേ ഈ എടുക്കാൻ പറ്റൂല മധു. എന്താടാ? എടാ വേറൊന്നുമല്ല, ഒരവത്തം പറ്റി. നീ നേരത്തെ ഇവിടെ വന്നപ്പോഴേ എടാ നീ മീനും കൊണ്ട് വന്നില്ലേ? അവിടെ ജൂലി ഇല്ലായിരുന്നു. ഞാനത് വല്ല ഭംഗിയായിട്ട് വെട്ടിക്കഴി ഫ്രിഡ്ജിനകത്ത് വെച്ച്. ജൂലി വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോ മീനിരിക്കുന്നു. ജൂലി വിചാരിച്ച് ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന ഫിഷാണെന്ന് വിചാരിച്ചു. അവളെടുത്ത് സത്യം പറഞ്ഞ നല്ല ഭംഗിയായിട്ട് കറി വെച്ച്. ഞാനും ഓർത്തില്ലടാ, ഞാനും കഴിച്ച്. പിന്നെ ചോദിച്ചപ്പോഴാ പറയണേ നീ വാങ്ങിക്കൊടുന്ന മീനെടുത്താണ് കറി വെച്ചത്. സോറിയടാ, ഞാൻ നിന്നെ സത്യം പറഞ്ഞ എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ വയ്യ. ഞാനിങ്ങനെ നാണക്കേടുകൊണ്ട് എവിടെയെങ്കിലും ഓടിപ്പോവാൻ വിചാരിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന മീൻ ഇവിടെ ഇല്ല. ഇടാ ഞാനേ ഈ എറണാകുളം ജില്ല കംപ്ലീറ്റ് തപ്പി. എല്ലാ കൂട്ടുകാരും സൈമനെ വിളിച്ചു, ഷാജിയെ വിളിച്ചു, അഫ്സലിനെ വിളിച്ചു, എല്ലാരെയും വിളിച്ച് അന്വേഷിച്ചു. ഒരിടത്ത് ഈ മീൻ കിട്ടാനില്ല. ഞാൻ ചോദിക്കട്ടെ, നീ ഏറ്റവും അവസാനത്തെ മീനാടാ നീ വാങ്ങിച്ചത്? ആ മീനില്ല, തീർന്നു. ലാസ്റ്റ് മീൻ നീ വാങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ പോയപ്പോ വേറെ ഒരിടത്തും ആ മീനില്ല. എന്നാലും സോറിടാ, സോറി. എന്തിനടാ സോറി ഒക്കെ പറയണേ? കഴിച്ചു. ഞാനൊരു മീൻ വാങ്ങി ഇവിടെ കൊണ്ട് തന്നു. വലിയ മീൻ. ഓ, അത് നിങ്ങൾ കറി വെച്ച് കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ. എടാ അതിനൊക്കെ എന്തിനീ സോറി പറയണത്? എടാ അതല്ല, എടാ നിന്റെ ബന്ധുക്കളില്ലേ വരുമ്പോ അവർക്ക് മീൻ കൊടുത്തില്ലെങ്കിൽ അത് നിനക്ക് കുറച്ചതല്ലടാ, അതുകൊണ്ടാണ്. എടാ അതിന് ഞാൻ അവിടെ താറാവും കോഴിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പോകുമ്പോ വഴിക്ക് കുറച്ച് മീനും മേടിച്ചോളാം, പോരെ? ഇവിടെ കുറച്ച് കറി ഇരിക്കണ്ട, അത് അങ്ങോട്ട് കൊണ്ടുപോയി. ഓ എന്തിന്, അതവിടെ ഇരിക്കട്ടെ, ഞാൻ വൈകുന്നേരം വരാം, അപ്പൊ എടുത്തോളാം. നീ വൈകുന്നേരം പറഞ്ഞ? ആ ഉറപ്പായിട്ടും. കുറച്ച് കറി ഇരിപ്പോട്ടോ, അടുത്ത് കഴിച്ചാൽ കേട്ടാ. വൈകുന്നേരം വരുമോ? ഷോ ഒക്കെ നിർത്ത്. നീ വൈകിട്ട് അവിടെ ഇറങ്ങില്ലേ? ഒന്ന് വിട്ടേക്കണേ. പോകട്ടെ. എടാ പോകട്ടെ. ഓക്കെടാ. ആ പോണേണ്ട, എന്റെ ഫ്രണ്ടാണ്. അവന്റെ മനസ്സുണ്ട. ഇത് കഴിച്ചോടാ, നിങ്ങൾ കഴിച്ചോടാ. ജോലി ഇങ്ങനത്തെ ഫ്രണ്ട്സ് ആണ് എനിക്ക് അറിയാമോ? അല്ല ചുമ്മാ ലോക്കൽ ഫ്രണ്ട്സ് എന്ത് ലോക്കൽ ഫ്രണ്ട്സ്? ചുമ്മാ ആളറിയാതൊന്നും പറയുന്നത് ജോലി. റെഡി, ഞാൻ ആളറിയാതെ പറയുന്നതല്ല. നമ്മളൊരു കുടുംബമായിട്ട് താമസിക്കാണ്.
ഫ്രെഡിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിനകത്ത് നല്ലത് ഏത് ചീത്ത ഏതെന്ന് എനിക്കറിയില്ല. അപ്പൊ ചീത്ത കൂട്ടുകെട്ടി പോയി ഫ്രെഡി അലമ്പാവണ്ടെന്ന് വിചാരിച്ചോട്ടെ ഞാൻ എപ്പോഴും അങ്ങനെ വിലക്കുന്നത്. എനിക്കറിയാം നല്ല ഒരുപാട് ഫ്രണ്ട്സ് ഫ്രെഡിക്ക് ഉണ്ടെന്ന്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. അവൻ മീനിന് പകരം താറാവ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്നിവിടെ താറാവ് ഇറച്ചിയായിരുന്നു. ഓ, താറാവ് കൊതി ഒരിക്കലും തീരില്ലടാ. ഉണ്ണിയപ്പന് ഒരിക്കലും തീരില്ല.